ഈ നാടകത്തിൻ്റെ പ്രത്യേകത അടിയന്തരാവസ്ഥക്കാലത്ത് ഈ ഇങ്ങനൊരു നാടകം കളിക്കണമെന്ന് മനസ്സിലായെങ്കിൽ പോലീസ് ഈ നാടകം കളിച്ച ആൾക്കാർ മുഴുവൻ ജയിലിലിട്ടേനെ. എന്തുകൊണ്ടോ അവരെ കണ്ണിപ്പെട്ടില്ല. ഈ നാടകം അന്നൊരു റവല്യൂഷണറിയാണ്, ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നൊരു തീം തന്നെയായിരുന്നു. പക്ഷെ എന്തോ അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. ഇത് കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്പലമുകൾ റിഫൈനറിയിലെ തൊഴിലാളികളുടെ യൂണിയൻ്റെ നേതാവ് ഒരു പിള്ള എന്ന് പറഞ്ഞ ആൾ എന്നെ കാണാൻ വന്നു. ഈ പിള്ള എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കോളേജ് നാടക മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ നിങ്ങളുടെ നാടകം നമുക്ക് അമ്പലമുകൾ റിഫൈനറി മറ്റേ യൂണിയൻ്റെ വാർഷികത്തിന് ഞങ്ങൾ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ നാടകം അരങ്ങേറിയാൽ കൊള്ളാം, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറയും. അങ്ങനെ പിള്ളയുടെ വാക്ക് കേട്ട് ഞാൻ ഇവരോട് പറയും, മറ്റുള്ളവർക്ക് തമാശയായിട്ട് എടുത്ത് മമ്മൂട്ടി നമുക്ക് പോകണമെന്ന് പറയും. മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് റിഹേഴ്സൽ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ സമ്മതിച്ചില്ല. ഒത്തിരുന്ന് 2 ദിവസം റിഹേഴ്സലും കൂടി എടുത്ത് ഞങ്ങളെല്ലാവരോടും ഒന്നിച്ച് അമ്പലമുകളിൽ പോകണം. മഹാസമ്മേളനമായിരുന്നു. സമ്മേളനം കഴിഞ്ഞു. ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് മേക്കപ്പ് ഇടാണ്, തോർത്തുകൊണ്ടൊക്കെ കൊടുത്താണ് മമ്മൂട്ടിയൊക്കെ നിന്ന് അന്ന് മേക്കപ്പ് സ്വയം ചെയ്ത് മേക്കപ്പ് ഇട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായൊരു മഴ വന്നു. അവിടെ ഇടിമിന്നലും മഴയും. മൈതാനത്തുണ്ടായിരുന്ന ഈ യോഗം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞു വന്ന ആൾക്കാരും നാടകം കാണാൻ നിന്നവരെല്ലാവരും മറ്റേ മൈതാനത്തുനിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാം. മൈതാനം വിജനമായി. സംഘാടകർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നാടകം കളിക്കണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ പൊക്കോ. അന്ന് 50 രൂപ 35 രൂപയായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അപ്പോൾ എന്ത് വേണം? അപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റെല്ലാ ചങ്ങാതിമാരും പറഞ്ഞ് മമ്മൂട്ടി ഒരു ബീഡി വലിച്ച് അവിടെ തൂണ് ചാരി നിൽക്കണം ഞങ്ങളുടെ ഡയലോഗ് കേട്ടുകൊണ്ട്, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച്. അപ്പോൾ ഞങ്ങൾ നമുക്ക് പോവാം, നമുക്ക് നാടകം ആ കാശും മേടിച്ചു, ഇതൊക്കെ മതി എന്നെല്ലാവരും സുബ്രഹ്മണ്യം പറഞ്ഞ് എല്ലാവരും പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആ മുഴക്കമുള്ള ആ ഓഡിറ്റോറിയത്തിൽ കേട്ട മുഴക്കമുള്ള അതേ ശബ്ദത്തിൽ തന്നെ മമ്മൂട്ടി പറഞ്ഞു, നാടകം കളിച്ചിട്ടേ നമ്മളിവിടെ നിന്ന് പോകുന്നുള്ളൂ. നാടകം കളിച്ച് ആൾ വന്നോ വന്നില്ല നമ്മൾ നോക്കണ്ട, മഴ നിൽക്കട്ടെ, നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ തോർന്നു. അപ്പോൾ മറ്റേ മൈക്ക് സെറ്റ് ആരോട് പറഞ്ഞ് ഗ്രാമഫോൺ റെക്കോർഡ് വയ്ക്കാൻ പറഞ്ഞു. 3-4 പാട്ട് ഗ്രാമഫോണിൽ കേട്ട് ആൾക്കാർ വന്നു. മൈതാനത്ത് 10-100 പേര് വന്നു കൂടിയ സമയത്ത് ഞങ്ങൾ നാടകം കളിച്ചു. അങ്ങനെ നാടകം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്ന് കൊളംബോ ഹോട്ടലിൽ നിന്ന് ചപ്പാത്തി ഭക്ഷണമൊക്കെ കഴിച്ച് മുറി കിടന്നുറങ്ങുമ്പോൾ 2 മണിയേക്കണം. ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ പിന്നീട് ആലോചിക്കാൻ, നമ്മളൊക്കെ തന്നെ ഇത് ലാഘബുദ്ധിയോടുകൂടിയാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇത് കാശ് കിട്ടുക തമാശയായിട്ട് പോകാമെന്ന് കണ്ടപ്പോൾ ഇയാളതായിരുന്നില്ല. നാടകം കളിക്കണം എന്നുള്ള വാശി, ഇത് കലയോടുള്ള അയാളുടെ പ്രതിബദ്ധത. ഈ പ്രതിബദ്ധത തന്നെയല്ലേ അയാളെ എന്നൊരു മഹാനടനാക്കിയത്? അത് തന്നെയല്ലേ അയാളെ എന്നൊരു സൂപ്പർ സ്റ്റാറാക്കിയത് എന്ന് ഞാൻ കരുതുന്നു. ഈ ഘടകം, ഇങ്ങനൊരു ഘടകം ഒരു കലാകാരന് ആവശ്യം വേണ്ട ഈ ഘടകം അയാളിൽ ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അയാൾ ഇന്നും കേരളം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരു മഹാനടനായി മാറിയതെന്നാണ് എൻ്റെ വിശ്വാസം.